വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ നമ്മുടെ പുതിയ പുസ്തകമാണ്. ചാപ്റ്റർ 10 സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ്. നമ്മൾ അതിൻ്റെ ഓരോ പാർട്ട് വെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെ. ഇത് മൊത്തം നോട്ടാണ് കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് ഒരുവിധം ഉള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വാരി വലിച്ച് ഞാൻ മൊത്തം നോട്ടും തന്നിട്ടില്ല കേട്ടോ. കാരണം ഒരുപാട് നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളും വിചാരിക്കും ഇതെല്ലാം കൂടെ എപ്പോൾ പഠിക്കും, എങ്ങനെ പഠിക്കും. അതുകൊണ്ട് പ്രധാനപ്പെട്ടത് നോക്കി കേട്ടോ, ഉള്ളതിലേക്കും പ്രധാനപ്പെട്ടത് നോക്കിയാണ് കുഞ്ഞുങ്ങളെ കുറേ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയേക്കുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും തന്നാൽ നമുക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അത് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. നോക്കിക്കേ, എന്താണ് ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് ചാർജ് ഈസ് ദ ഫണ്ടമെന്റൽ ഫാക്ടർ ദാറ്റ് കോസസ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. ദർ ആർ ടു ടൈപ്പ് ഓഫ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ദ എബിലിറ്റി ടു അട്രാക്ട് വെൻ റബ്ഡ് ഈസ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. കേട്ടോ, ഇത് ഇതുപോലെ തന്നെ അങ്ങ് എഴുതിയെടുക്കണം. എന്താണ് വൈദ്യുത ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് എന്നാൽ എന്താണ്? വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണം എന്ന് വെച്ചാൽ അട്രാക്ഷൻ, റിപ്പൾഷൻ എന്ന് വെച്ചാൽ വികർഷണം. ആകർഷിക്കുക, വികർഷിക്കുക കേട്ടോ. ഇതിന് കാരണമാകുന്ന അടിസ്ഥാന ഘടകമാണ് കുഞ്ഞുങ്ങളെ വൈദ്യുത ചാർജ് എന്ന് പറയുന്നത്. ഈ വൈദ്യുത ചാർജ് രണ്ട് വിധമുണ്ട് കേട്ടോ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഇനിയോ വൈദ്യുത ചാർജ് ശേഖരിക്കപ്പെടുന്നത് മൂലമാണ്. അതായത് വൈദ്യുത ചാർജ് നമ്മൾ ശേഖരിക്കപ്പെടുന്നത് മൂലമാണ് ഉരസുമ്പോൾ വസ്തുക്കൾക്ക് ആകർഷിക്കാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ അങ്ങോട്ട് പറയാൻ പോകുന്നത് കേട്ടോ. വൈദ്യുത ചാർജ് ശേഖരിക്കപ്പെടുന്നത് മൂലം ഉരസുമ്പോൾ വസ്തുക്കൾക്ക് ആകർഷിക്കാൻ കഴിയുന്നു. ഇലക്ട്രിക് ചാർജിനെ നമ്മൾ ക്യൂ എന്ന അക്ഷരം കൊണ്ടാണ്, നിങ്ങൾക്ക് ഇവിടെ കണക്കൊന്നുമില്ല എന്നാലും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യൂ എന്ന അക്ഷരം കൊണ്ടാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. കറണ്ടിനെ കുറിച്ചൊക്കെയുള്ള കണക്കുകൾ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, അടുത്ത ആറ്റം എന്നാൽ എന്താണ്? ആറ്റം, ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് അല്ലേ, ശരിയാണല്ലോ. വിച്ച് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഈസ് ഡ്യൂ ടു ദ ചാർജ് ഗെയിൻഡ് ബൈ ആറ്റംസ് കേട്ടോ. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണല്ലോ കുഞ്ഞുങ്ങളെ ആറ്റം എന്ന് പറയുന്നത്. വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണം ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നത് മൂലമാണ് കേട്ടോ. ഓക്കെ ആണോ? ഇനി ആറ്റത്തിനുള്ളിലേക്ക്, നമ്മുടെ ടെസ്റ്റിലെ കേട്ടോ, ആറ്റത്തിനുള്ളിലേക്ക് എന്ന് പറയുന്ന നിങ്ങൾ ആ ഹെഡിങ് നിങ്ങളുടെ ടെസ്റ്റിലൂടെ നോക്കിക്കേ. വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റംസ്? ആറ്റത്തിലെ പ്രധാന കണങ്ങൾ ഏതെല്ലാമാവും കുഞ്ഞുങ്ങളെ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ കേട്ടോ. മലയാളം ഇംഗ്ലീഷും ഉണ്ടേ. എന്താണ് ആറ്റത്തിനുള്ളിലേക്ക് അല്ലേ? മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം. ആറ്റത്തിനകത്തിൽ 3 കാര്യമുണ്ട്, പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും. ഇതുപോലെ എഴുതിയെടുക്കണേ. ഇനി ദ സെൻട്രൽ പാർട്ട് ഓഫ് ആൻ ആറ്റം ഇൻ ദ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? ആറ്റത്തിന്റെ ആണ് ന്യൂക്ലിയസ് കേട്ടോ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ഇനി ന്യൂക്ലിയസിലെ പ്രധാന കണങ്ങൾ ഏതൊക്കെയാണ്? ആറ്റത്തിന്റെ നടുക്ക് കാണപ്പെടുന്നതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനകത്തിൽ എന്തൊക്കെയുണ്ട് കുഞ്ഞുങ്ങളെ? ന്യൂട്രോണും പ്രോട്ടോണും കേട്ടോ. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഈച്ച് ഓഫ് ദീസ് പാർട്ടിക്കിൾസ്? നമ്മൾ ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവ ഓരോന്നിൻ്റെയും ചാർജ് എന്താണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല കേട്ടോ. ഇത് നല്ലപോലെ പഠിക്കണം നിങ്ങൾ കേട്ടോ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺസ്? ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകളുടെ ചാർജ് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവാണ് അല്ലേ? ആണല്ലോ. നിങ്ങളെ ചോദ്യം നോക്കണേ, നമ്മുടെ ടെസ്റ്റിലെ ചോദ്യങ്ങളായതെല്ലാം. അടുത്തത്, ഇലക്ട്രോൺസ് ഹാവ് എ ചാർജ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോണുകളുടെ വിപരീത ചാർജുകളാണ് ഇലക്ട്രോണുകൾക്കുള്ളത്, ശരിയല്ലേ? അല്ലയോ? പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജുമാണ്, ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജുമാണ്. അവർ തങ്ങളിൽ വിപരീതമാണ് അല്ലേ? Therefore an atom with an equal number of both the charge will cancel each other out. Neutron have no charge. അതിനാൽ ഇവ രണ്ടും തുല്യ എണ്ണമുള്ള ആറ്റങ്ങളിൽ ചാർജുകൾ പരസ്പരം റദ്ദ് ചെയ്യപ്പെടും കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണക്കിൽ പറഞ്ഞതാണ്. ന്യൂട്രോണുകൾക്ക് ചാർജ് ഇല്ല എന്നുള്ളതും പോസിറ്റീവ് 4ഉം നെഗറ്റീവ് 4 ചേർന്ന് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? അവിടെ 0 ആയിട്ട് മാറും അല്ലേ? പ്ലസും മൈനസൂടെ ചേർന്ന് അവിടെ എന്താ? 0 ആയിട്ട് അല്ലേ? നെഗറ്റീവ് പ്ലസും മൈനസും ആണ്, പക്ഷേ ഒരേ നമ്പറാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒന്നാമത്തെ പാർട്ടിലും രണ്ടാമത്തെ പാർട്ടിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരേ നമ്പറുകൾ തന്നെ വ്യത്യസ്ത വ്യത്യസ്ത സൈൻ വന്നു കഴിഞ്ഞാൽ, അത് പ്ലസും മൈനസും ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ അത് ന്യൂട്രൽ അല്ലെങ്കിൽ 0 ആയിട്ട് പോകുമെന്ന് കേട്ടോ.
മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഒരേ സംഖ്യ തന്നെ. ഇപ്പം നോക്കിയേ, -4 + 4 അല്ലേ, -4 + 4 ഒരേ സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈനിലല്ലേ വന്നേക്കുന്നത്. ഒരു സംഖ്യ തന്നെ. ഓക്കെ, 8 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈനിലല്ലേ വന്നേക്കുന്നത്. അപ്പോൾ എന്താവും നിങ്ങളവിടെ ന്യൂട്രലായിട്ട് മാറും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആറ്റം നോക്കൂ നിങ്ങളെ. നമ്മളിപ്പോൾ ആറ്റം പറഞ്ഞായിരുന്നു. എന്താ ആറ്റം മെയ്ഡപ്പ് ഓഫ്? ആറ്റം ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അതായത് ആറ്റം എന്ന് പറയുന്നത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകൾ എന്നിവയാൽ നിർമ്മിതമാണ് ആറ്റങ്ങൾ അല്ലേ. ന്യൂക്ലിയസ് എന്ന് പറയുന്നതോ, ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ്. തിരിഞ്ഞു പോവല്ലേ കേട്ടോ. ഇടയ്ക്ക് ഞാൻ പഠിപ്പിച്ചപ്പോൾ എനിക്കൊന്ന് തിരിഞ്ഞായിരുന്നു നിങ്ങളെ. തിരിഞ്ഞു പോവല്ലേ. ആറ്റം എന്ന് പറയുന്നത് എന്താണ്? മെയ്ഡപ്പ് ഓഫ്. ആറ്റത്തിനകത്തിൽ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ട്. എന്നാൽ ന്യൂക്ലിയസിനകത്തിൽ പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഉള്ളൂ. എന്താ ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എന്താ? മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഓർബിറ്റ് ആൻഡ് ഹാവ് എ നെഗറ്റീവ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും അതിൻ്റെ ഭ്രമണപഥങ്ങളിൽ സഞ്ചരിക്കുകയും നെഗറ്റീവ് ചാർജുമാണ് ഇലക്ട്രോണിന് ഉള്ളത്. ഇതുപോലെയാണ് മലയാളവും ഇംഗ്ലീഷും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമല്ലേ നിങ്ങളെ. ഇനി നമ്മുടെ ടെസ്റ്റിലെയാണ് നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. അതായത് നോക്കിക്കേ, പ്രോട്ടോണുകളുടെ എണ്ണം +26 അല്ലേ, ഇലക്ട്രോണുകളുടെ എണ്ണം -26. നോക്കിയേ, ഒരേ സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ നിങ്ങളെ? ഒരേ സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നാൽ അത് 0 ആയിട്ട് മാറും അല്ലേ, ന്യൂട്രലായിട്ട് മാറും. നോക്കിക്കേ, അടുത്ത പ്രോട്ടോണുകൾ എത്രയാണ്? +26. ഇത് ന്യൂട്രോൺ നോക്കിക്കേ, -24 അല്ലേ. അപ്പോൾ ഇലക്ട്രോണാണ്. ഇത് ഇലക്ട്രോണും ഇത് പ്രോട്ടോണുമാണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ആരാവും നിങ്ങളെ? പ്രോട്ടോൺ അല്ലേ. ഇല്ലേ, പ്രോട്ടോൺ അല്ലേ കൂടുതൽ. അപ്പോൾ അവിടെ പോസിറ്റീവാണ് അതിൻ്റെ ചാർജ്. ഇവിടെ നോക്കിയേ, കൂടുതൽ ആരാണ്? പോസിറ്റീവാണ്. അപ്പോൾ അതിനെന്താണ്? പോസിറ്റീവ് ചാർജാണ്. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇത് 6ഉം ഇവിടെ 10ഉമാണ്. വലുതാരാ? 10 ഏതാ? നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാ, എന്നാൽ ഫുൾ നോട്ടിന് വേണ്ടി ഞാനൊന്ന് പറഞ്ഞതാ കേട്ടോ. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ, അതായത് ന്യൂട്രൽ ആവാൻ കാര്യം എന്താണ്? ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ ന്യൂട്രൽ ആവാൻ കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺസ് ഫോർ ആൻ ആറ്റം ടു ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ? നമ്മൾ പഠിച്ചതല്ലേ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. അതായത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും നമ്പർ തുല്യമാണെങ്കിൽ അത് ന്യൂട്രലായി തീരുമെന്ന് ഇപ്പം നമ്മൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. നോക്കൂ നിങ്ങളെ, +6 -6 രണ്ടും ഒരേ നമ്പറാണ്, വ്യത്യസ്ത സൈനുകളാണ് അല്ലേ. ഇത് പ്ലസ് ഇത്, അപ്പോൾ എന്താ? അത് ന്യൂട്രലായിട്ട് പോയി. അടുത്ത, വാട്ട് ഈസ് ദ ചാർജ് ഒബ്റ്റെയിൻഡ് ഇഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഇൻ ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്? ഇങ്ങനൊരു ചോദിച്ചിട്ടുണ്ട്. ഇതൊരു എന്താ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവത്തില്ല അല്ലേ. ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണത്തേക്കാൾ, ഇവിടെ ആരാണ് കൂടുതൽ? ആരാ കുഞ്ഞുങ്ങളെ? ഇലക്ട്രോൺ അല്ലേ. എന്താ? ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ അല്ലേ, അപ്പോൾ അവിടെ ആരാ മുന്നേ നിൽക്കുന്നത്? ഇലക്ട്രോൺ അല്ലേ. ഇലക്ട്രോണിൻ്റെ ചാർജ് ഏതാ? നെഗറ്റീവ്. അതങ്ങ് ഓർത്താൽ മതി കേട്ടോ. അടുത്തതോ, ആറ്റത്തിൽ പ്രോട്ടോണുകളുടെ എണ്ണം കണ്ടോ, പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ അപ്പോൾ അവിടെ ആരാ കൂടുതൽ? പ്രോട്ടോൺ അല്ലേ. പ്രോട്ടോണിൻ്റെ ചാർജ് ഏതാ? പോസിറ്റീവ് കേട്ടോ. ആ ചാർജ് അറിയാമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അടുത്തത്, വെൻ ആൻ ആറ്റം ലോസസ് ഇലക്ട്രോൺസ് ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് വെൻ ഇറ്റ് ഗെയിൻസ് ഇലക്ട്രോൺസ് ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്. ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ അത് പോസിറ്റീവ് ചാർജ് ഉള്ളതായും ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ അത് നെഗറ്റീവ് ചാർജായിട്ടും മാറുന്നു. ആ ഒരു ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ, തെറ്റിപ്പോകലേ. അത് കറക്റ്റായിട്ട് തന്നെ പഠിക്കണേ. അങ്ങനെയാണെങ്കിൽ രണ്ടിവിടെ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് റോഡ്സിനെ കുറിച്ചും അല്ലേ. ഇത് നമ്മൾ കുറേ പറഞ്ഞതാണ് അല്ലേ. ഗ്ലാസ് റോഡ്സും സിൽക്കും അല്ലേ, അതുപോലെ എബനൈറ്റും വൂളൻ ക്ലോത്തും റബ്ബറും കമ്പിളിയും ഇവയൊക്കെ തങ്ങളിലുള്ള മാറ്റങ്ങളെ എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഇലക്ട്രോണുകൾ കൈമാറുമ്പോൾ അല്ലേ, ഇലക്ട്രോൺ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അവിടെ ആരാണ്? ഗ്ലാസ് റോഡ് ലോസ് ആവുന്നു അല്ലേ, ലോസസ് ഇലക്ട്രോൺസ്. അതായത് കമ്പിളിക്ക് ഇലക്ട്രോണുകൾ അവിടെ നഷ്ടമാകുന്നു. എബനൈറ്റ് ഗെയിൻ ഇലക്ട്രോൺസ്. അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞത് കേട്ടോ. ഇനി അത് നിങ്ങൾ എഴുതിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. റബ്ബർ ഗെയിനാണ് അവിടെ. ഇലക്ട്രോൺ റബ്ബർ ഗെയിൻ ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആരാന്ന് നല്ലപോലെ പഠിക്കണേ കേട്ടോ. നമ്മളത് നല്ലപോലെ പറഞ്ഞതാണ്. ഇപ്പം നോട്ട് കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ ഇത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞതാണ്. ഇത് നമ്മൾ 1ഉം 2ഉം പാർട്ടിനകത്ത് ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അതൊരു ഇത് എത്രാമത്തെ വെട്ടോ പറയുന്നത് അല്ലേ എന്നൊരു തോന്നൽ വരും. നിങ്ങൾ നോട്ട് കിട്ടാത്തവർ എഴുതി എടുക്കണേ നിങ്ങൾ കേട്ടോ. അടുത്തത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. വൈദ്യുത ചാർജുകളുടെ സ്വഭാവ സവിശേഷതകൾ എഴുതുക. അതായത് ഇതിനകത്തിൽ ഒരുപാട് എക്സ്പെരിമെൻ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളതെല്ലാം ഒന്ന്
നോക്കി വെച്ചേക്കണേ. 2 റബ്ബർ ബലൂണുകൾ പരസ്പരം തൊട്ടിരിക്കുന്ന വിധം തൂക്കിയിടുക. അവയ്ക്കിടയിൽ ഒരു കമ്പിളി വെച്ചുകൊണ്ട് പരസ്പരം ഉരസുക. പിന്നീട് ബലൂണുകൾ മാറ്റുക. ഈ ബലൂണുകൾ തമ്മിൽ അവിടെ വികർഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വികർഷിക്കാന്ന് വെച്ചാൽ റിപ്പൾഷൻ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാം അല്ലേ. വാട്ട് ചാർജ് ഡു ബലൂൺസ് ഗെയിൻ വെൻ റബ്ഡ് വിത്ത് വൂൾസ്? കമ്പിളി കൊണ്ട് ഉരസുമ്പോൾ ബലൂണുകൾക്ക് ഏത് ചാർജാണ് ലഭിക്കുന്നത്? കമ്പിളി കൊണ്ട് ഉരസുമ്പോഴേ നമ്മുടെ ബലൂണുകൾക്ക് ഏത് ചാർജാണ് ലഭിക്കുന്നതെന്ന്? ബലൂണുകൾക്ക് നെഗറ്റീവ് ചാർജാണ് കേട്ടോ. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ് വന്നത്? എന്തുകൊണ്ടാവും നിങ്ങളെ? പോസിറ്റീവ് ചാർജ് ആയിരുന്നു നമ്മുടെ ബലൂൺ അല്ലേ. വാട്ട് ചാർജ് ടു ബലൂൺസ്, അതായത് ബലൂണുകൾ തമ്മിൽ വികർഷിക്കുന്നത് എപ്പോഴും റിപ്പൾഷൻ ആയിട്ട് നമുക്ക് കാണുന്ന മേളിൽ പറഞ്ഞു. ബലൂണുകൾ നെഗറ്റീവ് ചാർജ് ആയിരിക്കും കേട്ടോ. വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ റിപ്പൾഷൻ ബിറ്റ്വീൻ ദം? ഇവ പരസ്പരം വികർഷിക്കുന്നതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതായത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് അഥവാ തിരിഞ്ഞോ എന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. എന്താ, ലൈക്ക് ചാർജുകൾ എപ്പോഴും റിപ്പൽ ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഈ ലൈക്ക് ചാർജ് എന്ന് വെച്ചാൽ എന്താ, ഒരേ ചാർജ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരിക്കലും നെഗറ്റീവും കൂടെ കൂട്ടുകൂടത്തില്ല, പോസിറ്റീവും കൂടെ കൂട്ടുകൂടത്തില്ല. അവർ തങ്ങളിൽ എപ്പോഴും അടിയാ. പക്ഷേ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് കൂടെ എപ്പോഴും കൂട്ടാം കേട്ടോ. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ എപ്പോഴും അവർ തങ്ങളിൽ കൂട്ടാം. പക്ഷേ ഒരേ സൈനുകൾ ഇവർ തങ്ങളിൽ എപ്പോഴും അടിയാ, ഒരിക്കലും കൂടെ നിൽക്കത്തില്ല. എന്താ, റിപ്പലായി. മനസ്സിലായോ? സജാതീയ ചാർജുകൾ എപ്പോഴും വികർഷിക്കുന്നു കേട്ടോ. ഇനി ബ്രിങ്സ് ദ റബ്ഡ് പാർട്ട് ഓഫ് ദ വൂൾ നിയർ ദ ബലൂൺ, വാട്ട് ഡു യു ഒബ്സർവ്? കമ്പിളിയുടെ ഉരസിയ ഭാഗം ബലൂണിനടുത്ത് കൊണ്ടുവരൂ. എന്ത് നിരീക്ഷിക്കും എന്നൊരു ചോദ്യമുണ്ട്. കമ്പിളിയാണ് എടുത്തത്. അതിട്ട് ഉരസിയ ഭാഗം ഇതൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നാലും ബലൂണിനടുത്ത് കൊണ്ടുവരുമ്പോൾ എന്താ, ബലൂണുകൾ അവിടെ ആകർഷിക്കുന്നു. ബലൂൺ അട്രാക്റ്റഡ് ടു ദ വൂൾ. എന്തുകൊണ്ടാ? ഉരസിയ ശേഷം കമ്പിളിക്ക് ഏത് ചാർജാണ് അപ്പം ലഭിക്കുന്നത്? പോസിറ്റീവ് ചാർജാവും നിങ്ങളെ. അതായത് ആകർഷിക്കപ്പെടുന്നതിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും? അതായത് എന്താ, വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ അട്രാക്ഷൻസ്? വിജാതീയ ചാർജുകൾ വികർഷിക്കുന്നു. സജാതീയ ചാർജുകൾ വികർഷിക്കുമ്പോൾ വിജാതീയ ചാർജുകൾ എന്ത് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ? അട്രാക്റ്റ് ചെയ്യുന്നു എന്നാട്ടോ. ഇവിടെ വികർഷിക്കുന്നു എന്നാണോ എഴുതി? അട്രാക്ഷൻ അല്ലേ കുഞ്ഞുങ്ങളെ? ആകർഷിക്കുമല്ലേ. വിജാതീയ ചാർജുകൾ വികർഷിക്കും. അൺലൈക്ക് ചാർജ് ഇവിടെ അട്രാക്ഷനാണ് കേട്ടോ. വികർഷിക്കുമല്ല, ആകർഷിക്കുമല്ലേ? ആകർഷിക്കുക കേട്ടോ. അൺലൈക്ക് ചാർജ് അട്രാക്റ്റ് ചെയ്യുന്നു കേട്ടോ. ഇവിടെ ലൈക്ക് ചാർജ് റിപ്പൽ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ നിങ്ങൾ. ഇതറിയണേ. ഒരു മൈനസും കൂടെ ആകുമ്പം അവർ തങ്ങളിൽ എപ്പോഴും എന്താണ്? റിപ്പലാണ് കേട്ടോ. റിപ്പലാണ്. അത് ഓർത്താൽ മതി. ഒരു ക്ലൂ പഠിച്ചാൽ മതി. 2 മൈനസുകൾ തങ്ങളിൽ ചേരുകയാണെങ്കിൽ അത് റിപ്പലാ. ഒരു പോസിറ്റീവൂടെ ചേർന്നാലും അതും റിപ്പലാ. പക്ഷേ നെഗറ്റീവും പോസിറ്റീവും കൂടെ എല്ലായിടും, പോസിറ്റീവും നെഗറ്റീവും അല്ലെ നെഗറ്റീവും പോസിറ്റീവും കൂടെ എപ്പോഴും എന്താ നിങ്ങളെ? അട്രാക്ഷനാണ്. ഒരു ക്ലൂ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതറിയാവുന്നവർക്ക് ഏത് ചോദ്യം ചോദിച്ചാലും എഴുതാൻ പറ്റും. ഡിഫറൻറ്റ് സൈനുകൾ തമ്മിൽ എപ്പോഴും അട്രാക്ഷനാണ്. ഒരേ മൈനസും ഒരേ സൈൻ വന്നാൽ അവർ റിപ്പൽഷൻ ആവും നിങ്ങളെ കേട്ടോ. ലൈക്ക് ചാർജ് റിപ്പലായിരിക്കും എപ്പോഴും കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണേ. ചാർജ്ഡ് ഒബ്ജക്റ്റ് ഹാവ് ദ എബിലിറ്റി ടു അട്രാക്ട് ന്യൂട്രൽ ഒബ്ജക്റ്റ്. ചാർജുള്ള വസ്തുക്കൾക്ക് ന്യൂട്രൽ വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലാക്കണേ. ചാർജ് ഉള്ള വസ്തുക്കൾക്ക് ന്യൂട്രലായിരിക്കുന്ന വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ഓൾറെഡി അയാൾക്ക് ചാർജ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ന്യൂട്രലായിട്ടിരിക്കുന്ന ഒരു വസ്തുവിനെ എടുക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട് കേട്ടോ. അത് പഠിച്ചു വെച്ചേക്കണേ. ഇഫ് 2 ഒബ്ജക്റ്റ് ഈച്ച് അതർ ക്യാൻ ബി കൺഫേംഡ് ദാറ്റ് ബോത്ത് ആർ ചാർജ്ഡ്, വാട്ട് ഇഫ് ദേ റിപ്പൽ? 2 വസ്തുക്കൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അവ രണ്ടിനും ചാർജ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാമോ? അത് വികർഷിക്കുന്നുണ്ടെങ്കിലോ എന്നൂടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 2 വസ്തുക്കൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നു എങ്കിൽ അവ രണ്ടിനും ചാർജ് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും? ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റർ ടു കൺഫേം ദ ചാർജ് ഓഫ് 2 ഒബ്ജക്റ്റ് ഈസ് നോട്ട് അട്രാക്ഷൻ ബട്ട് റിപ്പൽഷൻ. എന്താവും നിങ്ങളിവിടെ? 2 വസ്തുക്കളുടെ ചാർജ് സ്ഥിരീകരിക്കാനുള്ള ഏറ്റവും യോജിച്ച സൂചന ആകർഷണമല്ല, അത് വികർഷണമാണെന്നാണ് കേട്ടോ. മലയാളം ഇംഗ്ലീഷും ഉണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങ് എഴുതണേ. നമ്മൾ പറഞ്ഞതാ ഒരേ ചാർജുകൾ എപ്പോഴും റിപ്പൽഷനാണ് കണ്ടോ. അതേപോലെ ഡിഫറൻറ്റ് ചാർജ് എപ്പോഴും എന്താണ്? അട്രാക്ഷനാണ് കേട്ടോ. ഒരു ക്ലൂ അറിയാമെങ്കിൽ ഇത് പറയാൻ പറ്റും. ഇനി നോക്കിക്കേ, ഒരേ ചാർജ് വന്നാൽ അത് റിപ്പൽ. ഒരേ ചാർജ് വന്നാൽ, അതായത് പ്രോട്ടോണും വന്നാൽ അത് റിപ്പൽ. ന്യൂട്രോൺ അല്ല കുഞ്ഞുങ്ങളെ, ഇലക്ട്രോണും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ന്യൂട്രോൺ എന്നാണ് പറഞ്ഞത്. ഇലക്ട്രോണിനാണ് നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണും വന്നാൽ എന്താ? അത് റിപ്പലാണ്. പക്ഷേ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും വന്നാൽ എന്താ? അത് റിയാക്റ്റ്, അട്രാക്ഷൻ ആണ്. ഇതാ കൊടുത്തിട്ടുണ്ട്. അൺലൈക്ക് ചാർജ് അട്രാക്റ്റ് ആണെങ്കിൽ ലൈക്ക് ചാർജ് റിപ്പൽ ആയിരിക്കും കേട്ടോ. മനസ്സിലാക്കണേ. ലൈക്ക് ചാർജ് റിപ്പൽ.
സജാതീയ ചാർജുകൾ വികർഷിക്കുന്നു, വിജാതീയ ചാർജുകൾ ആകർഷിക്കുന്നു. ഇലക്ട്രോണും ചേർന്നാൽ എന്താ? അത് റിപ്പലാകുന്നു. പ്രോട്ടോണും കൂടെ ചേർന്നാലും എന്താ? റിപ്പലാകുന്നു. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആണെങ്കിൽ അത് അട്രാക്ഷൻ ആകുന്നു. കേട്ടോ, അതങ്ങ് പഠിക്കണേ. അടുത്ത ഇലക്ട്രിസിറ്റി എന്താണ്? പ്രധാനപ്പെട്ടത് മാത്രം എഴുതിയേക്കുന്നത് കേട്ടോ. ഇലക്ട്രിസിറ്റി ഈസ് ദ ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓർ ഫ്ലോ ഓഫ് ചാർജ്. ചാർജുകളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഒഴുക്കോ കാരണം ഉണ്ടാകുന്ന ഒരു ഊർജ്ജ രൂപമാണ് കുഞ്ഞുങ്ങളെ വൈദ്യുതി എന്ന് പറയുന്നത്. ചാർജുകളുടെ സാന്നിധ്യമോ, അതായത് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ അല്ലെ, അവയുടെ സാന്നിധ്യമോ അല്ല ഒഴുക്കോ കാരണം ഉണ്ടാകുന്ന ഒരു ഊർജ്ജ രൂപമാണ് ഈ വൈദ്യുതി എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഒബ്ജക്റ്റ് ചാർജ്ഡ് ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഈസ് കാൾഡ് ചാർജിങ്. ഇനി എന്ത് ചാർജിങ്? നമ്മൾ വൈദ്യുതിയുടെ കാര്യം പറഞ്ഞല്ലേ. ചാർജിങ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ഇലക്ട്രോൺ കൈമാറ്റം വഴി വസ്തുക്കളെ ചാർജ് ഉള്ളവയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ കൈമാറ്റം വഴി വസ്തുക്കളെ ചാർജുള്ളവയാക്കി മാറ്റുന്ന പ്രക്രിയയെ വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ് എന്ന് പറയുന്നു. കേട്ടോ, അടുത്ത എന്താണ് ഇൻസുലേറ്റർ? ഇൻസുലേറ്റർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? വൈദ്യുതിയെ കടത്തി വിടാത്തതാണ് കേട്ടോ. കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താ? കണ്ടക്ടറും ഇൻസുലേറ്ററും ഒക്കെ അറിയോ? കണ്ടക്ടർ എന്ന് വെച്ചാൽ വൈദ്യുതി കടത്തി വിടുന്നതാണ് കേട്ടോ. ഇൻസുലേറ്റർ എന്ന് വെച്ചാലോ സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. കേട്ടോ, വൈദ്യുതിയെ കടത്തി വിടാത്ത ആളിനെയാണ് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും എഴുതിയെടുക്കണം. എന്താണ് ഇലക്ട്രിസിറ്റി, എന്താണ് ചാർജിങ്, എന്താണ് ഇൻസുലേറ്റർ, ഇതൊക്കെ ഒരു മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ എന്താവും നിങ്ങളെ? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് അല്ലേ. നമ്മുടെ പാഠത്തിന്റെ പേര് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ്. എന്താണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? നോക്കിക്കേ, ഇൻ ഇലക്ട്രിക് ചാർജ് റിമൈൻസ് ഇൻ ദ സെയിം പ്ലേസ് വിത്തൗട്ട് ബീയിങ് ഏബിൾ ടു ഫ്ലോ സച്ച് ഇലക്ട്രിസിറ്റി ഈസ് കാൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. വൈദ്യുത ചാർജ് ഒഴുകാൻ കഴിയാതെ ഒരേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാതെ ഒരു സ്ഥലത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ കേട്ടോ, അതിനെ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. മനസ്സിലാകണേ കുഞ്ഞുങ്ങളെ. മെത്തേഡ് ഓഫ് ചാർജിങ് നോക്കിക്കേ. ചാർജിങ് എത്ര വിധമുണ്ട്? ഇതൊക്കെ 3 മാർക്കിന് ചോദിക്കാൻ കൊള്ളാമെന്ന് കേട്ടോ. മെത്തേഡ് ഓഫ് ചാർജിങ് ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ചാർജിങ്ങിൻ്റെ മെത്തേഡുകൾ ഏതൊക്കെയാ? ഒന്ന്, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ റബ്ബിങ്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. കേട്ടോ, ചാർജിങ് ബൈ കമ്പഷൻ, കണ്ടക്ഷന്, റബ്ബിങ്, ഇൻഡക്ഷന്. സമ്പർക്കം വഴിയുള്ള ചാർജ്, ഉരസൽ മുഖേനയുള്ള ചാർജിങ്, പ്രേരണ മുഖേനയുള്ള ചാർജിങ്. കേട്ടോ, അതിനകത്ത് നമ്മൾ ഉരസൽ മുഖേനയുള്ള കുറേ പഠിച്ചു. അതായത് നല്ലപോലെ ഉരസിയ ഒരു ഈ ബലൂൺ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ബലൂൺ നല്ലപോലെ എന്ത് ചെയ്യുക? വീർപ്പിക്കുക. വീർപ്പിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലിട്ട് ഇങ്ങനെ ഉരച്ചതിന് ശേഷം ഉണ്ടല്ലോ, ഈ എണ്ണ തേക്കാത്ത മുടിയുണ്ടല്ലോ, നമ്മളിപ്പോൾ സ്ട്രൈറ്റ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ നല്ലപോലെ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകിയതിന് ശേഷം ഈ നല്ലപോലെ ഉരസിയ ബലൂൺ എടുത്ത് നമ്മുടെ മുടിയുടെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താണെന്നറിയോ? ആ മുടി ഇഴകൾ ആ മേപ്പോട്ട് എഴുന്നേറ്റ് വരുന്നതായിട്ട് കാണാം. കേട്ടോ, എഴുന്നേറ്റ് നമ്മുടെ 1ാമത്തെ പാർട്ടിൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ചാർജാണ് കേട്ടോ. ചാർജ് ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അടുത്ത ചാർജിങ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്താണ്? ഇതൊക്കെ എന്താണെന്നൊന്ന് പഠിക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്താണ്? ചാർജിങ് ബൈ കണ്ടക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് ആൻ ഒബ്ജക്റ്റ് ബൈ ഡയറക്റ്റ് ഫിസിക്കൽ contact with a charged object. Here the two objects that come into contact will have similar charges. Charging by conduction is the method of charging an object by direct physical contact with a charged object. Here the two objects that come into contact will have similar charges. അതായത് ചാർജുള്ള വസ്തുക്കൾ കൊണ്ട് സ്പർശിച്ചിട്ട് മറ്റു വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന രീതിയാണ് ഈ സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത് കേട്ടോ. ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? മറ്റേ നമ്മൾ ഉരസൽ മൂലം ഉണ്ടാകുന്ന ചാർജ് പഠിച്ചു അല്ലേ? നമ്മൾ മുടിയുടെ കാര്യം അല്ലേ? ബലൂൺ വെച്ചിട്ട് പിന്നെ 2 ബലൂണുകൾ തങ്ങളിൽ, അതൊക്കെ 1ഉം 2ഉം പാർട്ടിനകത്തിൽ നമ്മൾ അങ്ങനെ കുറേ എക്സ്പെരിമെൻ്റ് തന്നെ പറയുന്നുണ്ട് അല്ലേ? ഇതിപ്പോൾ മൊത്തത്തിലാവും കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് എളുപ്പം അങ്ങ് പറയുക, ചാർജുള്ള വസ്തുക്കൾ കൊണ്ട് സ്പർശിച്ചിട്ട് മറ്റ് വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന രീതിയാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ് കേട്ടോ. ഇവിടെ സമ്പർക്കത്തിൽ വരുന്ന 2 വസ്തുക്കൾക്കും സമാന ചാർജ് ആയിരിക്കും.
ഇവിടെ സമ്പർക്കത്തിൽ ഹിയർ ടു ഒബ്ജക്റ്റ് ദാറ്റ് കം ഇൻ ടു കോണ്ടാക്ട് വിൽ ഹാവ് സിമിലർ ചാർജ്. ഇവിടെ സമ്പർക്കത്തിൽ വരുന്ന രണ്ട് വസ്തുക്കൾക്കും സമാന ചാർജുകളായിരിക്കും കേട്ടോ. ഇനി ആഫ്റ്റർ ടച്ചിങ് ദ ഗ്ലാസ് റോഡ് സ്പർശിച്ച ശേഷം, നമ്മുടെ ടെസ്റ്റിലെ ഒരു എക്സ്പെരിമെൻ്റ് ആട്ടോ, അവിടെ റിപ്പൾഷൻ ആയിരിക്കും. ബിറ്റ്വീൻ ദ പിത്തുബാൾസ് ആൻഡ് ഗ്ലാസ് റോഡ്, അവിടെ റിപ്പൾഷൻ ആയിരിക്കും. ആ ടെസ്റ്റിലെ ഒരു ചോദ്യം കേട്ടോ. അത് നമ്മൾ അതിനകത്ത് ഈ മൂന്നാമത്തെ പാർട്ട് 3യിലും കേട്ടോ, 2 ആണോ 3 ആണോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. അത് അഥവാ മനസ്സിലാവാത്തവർ അത് കയറി കാണണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് ഫുൾ നോട്ട് മാത്രമാണ് പഠിക്കാൻ, എക്സ്പ്ലനേഷനൊക്കെ നല്ലപോലെ അതിനകത്ത് പറയുന്നുണ്ട്. വാട്ട് ചാർജ് ഡസ് എ ഗ്ലാസ് റോഡ് അക്വയർ വെൻ റബ്ഡ് വിത്ത് എ സിൽക്ക് ക്ലോത്ത്? സിൽക്ക് തുണിയുമായിട്ട് ഉരസുമ്പോൾ ഈ ഗ്ലാസ് റോഡിന് ലഭിക്കുന്ന ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ് കേട്ടോ. പിത്തുബോളുകളുടെ, ഈ പിത്തുബോൾ എന്ന് വെച്ചാൽ എന്താ, മെറ്റലിൻ്റെ കേട്ടോ പിത്തുബോൾ ചാർജ് എന്താണ്? പിത്തുബോളിൻ്റെ ചാർജ് എപ്പോഴും എന്താ കുഞ്ഞുങ്ങളെ? പോസിറ്റീവ് ചാർജ് ആയിരിക്കും കേട്ടോ. പിത്തുബോളുകൾക്ക് ചാർജ് ലഭിച്ചത് സമ്പർക്കം വഴി തന്നെയാണോ എന്നും ചോദിച്ചിട്ടുണ്ട്. അതെ, സമ്പർക്കം വഴി തന്നെയാണ്. ഇത് ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. ഓക്കെ, അടുത്ത സ്ഥിത വൈദ്യുതി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. എന്തെല്ലാം സ്ഥിത പ്രയോജനങ്ങളാണ്? ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആവുകകളെ. അതിനകത്തിലെ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ദ പെയിൻറ്റ് ഡ്രോപ്ലെറ്റ്? അതിനകത്തിലൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട് കേട്ടോ. ആ എക്സ്പെരിമെൻറ്റിനകത്തിലെ കാര്യങ്ങളൊക്കെയാണ്. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ദ പെയിൻറ്റ് ഡ്രോപ്ലെറ്റ്? നെഗറ്റീവ് ചാർജാണ് കേട്ടോ. ഈ പെയിൻറ്റ് ചെയ്യേണ്ട ഭാഗത്തിൻ്റെ ചാർജ് എന്താണ്? അവിടെ പെയിൻറ്റ് ചെയ്യേണ്ട ഭാഗത്തിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. വാട്ട് യു പെയിൻറ്റ് ഡ്രോപ്ലെറ്റ് സ്റ്റിക്ക് ടു ദ ചാർജ്ഡ് സർഫസ്? ചാർജ് ചെയ്ത ഉപരിതലത്തിൽ പെയിൻറ്റ് തുള്ളികൾ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓർമ്മയുണ്ടോ നിങ്ങളെ? വണ്ടിക്കില്ല പെയിൻറ്റ് അടിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞത് അല്ലേ? വണ്ടിക്ക് നമ്മുടെ കാറിനൊക്കെ പെയിന്റ് അടിക്കുന്ന കണ്ടിട്ടില്ലേ? അതിൻ്റെ കാര്യം കേട്ടോ. എന്തുകൊണ്ടാണ് അത് അവിടെ പറ്റിപ്പിടിക്കുന്നത്? നമ്മളിപ്പോൾ പോസിറ്റീവ് ചാർജുള്ള പെയിന്റ് ആണ് അടിച്ചു കൊടുക്കുന്നതെങ്കിൽ വണ്ടി നെഗറ്റീവ് ആയിരിക്കും അല്ലേ? നെഗറ്റീവാണ്. അതുകൊണ്ട് ആ പോസിറ്റീവും നെഗറ്റീവും കൂടെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഒരുമിച്ച് ആവത്തുള്ളൂ അല്ലേ? അപ്പം എന്താണ്, അങ്ങനെ ആയതുകൊണ്ടാണ് എന്താ ആ പെയിന്റ് ആ വണ്ടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ, അത് റിപ്പൽഷൻ ആയിപ്പോയി, ഇനി അതങ്ങ് ഒഴുകി താഴെ പോയി. ഇനി മനസ്സിലായോ? ഡ്യൂ ടു ദ അട്രാക്ഷൻ ബിറ്റ്വീൻ പെയിന്റ് ഡ്രോപ്ലെറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ബോഡി ഓഫ് കാർ പോസിറ്റീവ് ചാർജ്ഡ്. അതായത് പോസിറ്റീവ് ചാർജുള്ള കാറിൻ്റെ ബോഡിയും നെഗറ്റീവ് ചാർജുള്ള പെയിന്റിൻ്റെ തുള്ളികളും തമ്മിൽ ആകർഷിക്കുന്നതിനാലാണ് എന്താ, നമ്മൾ പറഞ്ഞില്ലേ, നെഗറ്റീവും പോസിറ്റീവും അല്ലെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആകർഷിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് റിപ്പൽഷനായി പോയേനി ഇല്ലേ? അപ്പോൾ അതിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ അങ്ങ് പഠിക്കണേ. ഇനി ഫോട്ടോ കോപ്പി മെഷീനെ കുറിച്ചൊക്കെ ടെസ്റ്റിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. എന്നാലും വാട്ട് ഈസ് ദ ചാർജ് ഗിവൻ ടു ദ ടോണർ പാർട്ടിക്കിൾസ് ഹിയർ? ഇവിടുത്തെ ആ പടത്തിനകത്തുള്ള ടോണറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ടോണർ കണങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ചാർജ് അവിടെ ആ പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? നെഗറ്റീവ് ചാർജ് കേട്ടോ. നിങ്ങളെ ടെസ്റ്റിൽ പടം നോക്കിയാൽ മതി. വാട്ട് കോസസ് ദ ടോണർ പാർട്ടിക്കിൾസ് സ്റ്റിക്ക് ടു ദ ഡ്രം ആസ് ഇറ്റ് റൊട്ടേറ്റ്? ഡ്രം കറങ്ങുമ്പോൾ ഈ ടോണർ കണങ്ങൾ ഇതിൽ പറ്റിപ്പിടിക്കാൻ കാരണം എന്താ? അപ്പോഴേ നമുക്കറിയാം അല്ലേ, ടോണർ അതിൽ പറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അവർ പോസിറ്റീവും നെഗറ്റീവും ചാർജ് ആയതുകൊണ്ടാണ് അല്ലേ? ദ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓഫ് ടോണർ ഈസ് അട്രാക്ട് ചെയ്യുന്ന ആരെയാ? പോസിറ്റീവ്ലി ചാർജുള്ള പാർട്ടിക്കിൾസിനെ ആയിരിക്കും ഇല്ലയോ? അത് നമ്മൾ തുടക്കം മുതലേ ഇതാ പഠിക്കുന്നത്. പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ എന്താ, നെഗറ്റീവ് ചാർജ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ പോസിറ്റീവും നെഗറ്റീവും കൂടെ അവരെപ്പോഴും എന്താ അട്രാക്ട് ചെയ്യും കേട്ടോ. അതിപ്പോൾ നമ്മളിപ്പോൾ കാറ് പെയിൻ്റ് അടിക്കുന്നതാണെങ്കിലും ഫോട്ടോ കോപ്പിയുടെ ആയാലും പിന്നെന്താ നമ്മുടെ മുടി പൊങ്ങി വരുന്നതൊക്കെ എന്താണ്, അവർ തങ്ങളുള്ള അട്രാക്ഷൻ ഉണ്ടാവും നിങ്ങൾ കേട്ടോ. അത് നല്ലപോലെ പഠിക്കണേ. ഇനി അതിനകത്ത് അവർ തന്നെ ബാക്കി ടോണറിൻ്റെ നെഗറ്റീവ് ചാർജുള്ള കണികകൾ ഡ്രമ്മിൻ്റെ പോസിറ്റീവ് ചാർജുള്ള കണികകളാൽ ആകർഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ മലയാളമോ. പേപ്പറിന് കൊടുക്കുന്ന ചാർജ് അവിടെ എന്തായിരിക്കും നിങ്ങളെ? ഫോട്ടോ കോപ്പി നമ്മൾ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനൊക്കെ പോത്തില്ലയോ? അവിടെ പേപ്പറിന് ഏത് ചാർജ് ആയിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്? പോസിറ്റീവ് ചാർജാണ്. വാട്ട് ഈസ് ദ ചാർജ് ഗിവൻ ടു ദ പേപ്പർ? പോസിറ്റീവ്. ടോണർ കണങ്ങൾ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? പേപ്പറിൻ്റെ പോസിറ്റീവ് ചാർജ് ഡ്രമ്മിൽ നിന്നും നെഗറ്റീവ് ടോണർ എടുത്ത ശേഷം അത് ചൂടിലൂടെ ലയിച്ചു പോകുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പേപ്പറിൻ്റെ പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ, നമ്മൾ പോസിറ്റീവ് ചാർജ് അല്ലേ പേപ്പറിന് കൊടുത്തത്, അത് നമ്മുടെ ഡ്രമ്മിനകത്ത് ഈ കറങ്ങുന്ന ഒരു സാധനം നമ്മുടെ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന മെഷീനകത്തിലുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ നെഗറ്റീവ് ടോണർ എടുത്ത ശേഷം, ടോണറിൻ്റെ ചാർജ് ഏതാ? നെഗറ്റീവാ. എടുത്ത ശേഷം അത് ചൂടാക്കിയിട്ട് അതിനകത്ത് അങ്ങ് ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് പേപ്പർ പോസിറ്റീവ് ചാർജ് പുൾ ദ നെഗറ്റീവ് ടോണർ ഫ്രം ദ ഡ്രം, then it's fused by heat കേട്ടോ.
പേജ് നമ്പർ 176 ഒരു പിക്ചർ തന്നിട്ടുണ്ട് 10-16 അല്ലേ. അതിനകത്തിലെ കുറിച്ച് സ്ഥിതവൈദ്യുതി ദോഷകരമാകുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാം? സിറ്റുവേഷൻസ് വേർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് ഹാംഫുൾ. അതായത് ഒരു ചെറിയ ഷോക്ക് ഏൽക്കുന്നത് നമുക്ക് എന്തുകൊണ്ടാണ്, അങ്ങനെയൊക്കെയുള്ളൊരു കുറേ ചോദ്യം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്ഥിതവൈദ്യുതി അടിഞ്ഞുകൂടിയ ശേഷം നിങ്ങളൊരു ഡോർ നോബ് പോലെയുള്ള ലോഹ വസ്തുവിൽ സ്പർശിക്കുമ്പോൾ ചാർജ് നിങ്ങളുടെ ശരീരത്തിലേക്കും ആ വസ്തുവിലേക്ക് അതിവേഗം കടന്നു പോകുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മളിപ്പോൾ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ കുഞ്ഞുങ്ങളെ, നമ്മുടെ ശരീരത്ത് നമ്മൾ ഓരോ ജോലിയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്ത് ചാർജ് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ശക്തമായ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഓൾറെഡി ഒരു ചാർജ് ഉണ്ട് അല്ലേ. ആ ചാർജ് നമ്മളുടെ ശരീരത്തിൽ നിന്നും നമ്മളിപ്പം ഒരു കതവ് പെട്ടെന്ന് ഒരാൾ കോളിമ്പല്ലടിക്കുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ആ ഡോറിന്റെ നോബ് ഉണ്ടല്ലോ അതേ കയറി പിടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഷോക്ക് അടിക്കുന്ന പോലെ അല്ലെ ഒരു വൈബ്രേഷൻ നമുക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? അത് അങ്ങനെ പെട്ടെന്നുള്ള കൈമാറ്റമാണ് നിങ്ങൾക്ക് ഷോക്ക്. അതായത് സ്ഥിതവൈദ്യുതി അടിഞ്ഞുകൂടിയ ശേഷം നിങ്ങൾ ഒരു ഡോറിന്റെ നോബ് പോലുള്ള ലോഹവസ്തുവിൽ സ്പർശിക്കുമ്പോൾ ചാർജ് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ആ വസ്തുവിലേക്ക് അതിവേഗം കടന്നു പോകുന്നു. അങ്ങനെ പെട്ടെന്നുള്ള കൈമാറ്റമാണ് നിങ്ങൾക്ക് ഷോക്കായിട്ട് അതവിടെ അനുഭവപ്പെടുന്നതെന്നാണ് കേട്ടോ. പെട്ടെന്നൊരു ഷോക്ക് അടിക്കുന്ന പോലെ. അപ്പോൾ 2 ചാർജും അവിടെ ആവുന്നുണ്ട് കേട്ടോ. വൈ ഡു ഗെറ്റ് എ സ്മാൾ ഷോക്ക് വെൻ യു ഹാവ് ദിസ്? അതായത് എൻ്റെ ഇംഗ്ലീഷ് കേട്ടോ. സ്റ്റാറ്റിക് ചാർജ് ബിൽഡപ്പ് കേട്ടോ. സ്റ്റാറ്റിക് ചാർജ് ബിൽഡപ്പ് ആൻഡ് ദെൻ ടച്ച് എ മെറ്റൽ ഒബ്ജക്റ്റ് ലൈക്ക് എ ഡോർ നോബ്. ദ ചാർജ് ക്വിക്ക്ലി ജമ്പ് ഫ്രം യുവർ ബോഡി ടു ദ ഒബ്ജക്റ്റ്. ദീസ് സഡൻ ജമ്പ് ഈസ് വാട്ട് യു ഫീൽ ആസ് എ സ്മാൾ ഷോക്ക് ഓർ സി എ ടൈനി സ്പാർക്ക്. ചെറിയൊരു സ്പാർക്ക് ഏറ്റ പോലെ നമുക്ക് അന്നേരം ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം. ഇതെല്ലാം എന്താവും നിങ്ങൾ, ഇതെല്ലാം ഈ സത്യം പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയാണ് കേട്ടോ. വൈദ്യുതിയുടെ ഒരു ഇതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് അടിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കും കറണ്ട് അടിക്കുന്നതിനായി വൈദ്യുതി അതല്ല കേട്ടോ. പോസിറ്റീവും നെഗറ്റീവും തങ്ങളിൽ അല്ലെ നെഗറ്റീവും പോസിറ്റീവ് ഇങ്ങനെ തങ്ങളിലൊരു സ്പാർക്ക് ഉണ്ടാവും കേട്ടോ. അതാണ്. അടുത്ത എർത്തിങ് എന്നാൽ എന്താണ്? എർത്തിങ് ഒരു വസ്തുവിനെ ഭൂമിയുമായി സമ്പർക്കത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുന്നത് കേട്ടോ. എർത്തിങ് ഒരു വസ്തുവിനെ നമ്മുടെ ഭൂമിയുമായി സമ്പർക്കത്തിൽ കൊണ്ടുവരുന്നതിനെ എർത്തിങ് എന്ന് പറയുന്നു. ഭൂമി ഒരു ഇലക്ട്രോൺ ബാങ്ക് തന്നെയാണ് കുഞ്ഞുങ്ങളെ ഭൂമി കേട്ടോ. അതിൻ്റെ വലിപ്പവും ചാലകതയും കാരണം ഇലക്ട്രോണുകളുടെ യഥേഷ്ടം നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ഭൂമിക്ക് കഴിയുന്നുണ്ട്. ഇതിനാൽ ചാർജുള്ള വസ്തുക്കൾ എർത്ത് ചെയ്യുമ്പോൾ നിർവീര്യമാക്കപ്പെടുന്നു കേട്ടോ. നമ്മുടെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു എർത്ത് വയർ താപ്പോട്ടെ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വീട്ടിൽ ചോദിച്ചാൽ മതി. ഇലക്ട്രിസിറ്റിയുടെ അവിടെ ഇങ്ങനെ നമ്മുടെ KCB ആള് വന്നിട്ട് അവിടെ താപ്പോട്ട് ഒരു എർത്ത് വയർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഭൂമിയുമായിട്ട് കേട്ടോ. അതാണ് കേട്ടോ. ദ എർത്ത് ഈസ് ആൻ ഇലക്ട്രോൺ ബാങ്ക് ഡ്യൂ ടു ഇറ്റ് സൈസ് ആൻഡ് കണ്ടക്ടിവിറ്റി. ദ എർത്ത് ക്യാൻ ഡൊണേറ്റ് ആൻഡ് റിസീവ് ഇലക്ട്രോൺസ്. ദെയർഫോർ ചാർജ്ഡ് ഒബ്ജക്റ്റ് ആർ ന്യൂട്രലൈസ്ഡ് വെൻ എർത്താണ് കേട്ടോ. അതെ, എർത്തിങ് മെക്കാനിസം ഇൻ സം സിറ്റുവേഷൻസ്. എർത്തിങ് മെക്കാനിസത്തിന് ഈ എർത്ത് പോലെയുള്ളത് ഫ്യൂൽ ടാങ്കേഴ്സ് ആർ എർത്ത് ആൻഡ് ബിഫോർ ലോഡിങ് ഓർ അൺലോഡിങ് ഫ്യൂവൽ ടു പ്രിവെൻറ്റ് സ്പാർക്ക്. നമ്മുടെ ഈ വലിയ സാധനങ്ങളുടെ ഒക്കെ പോകുന്ന വലിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ, അതിനകത്തിൽ നിങ്ങൾ നോക്കാമെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറയിൽ ചങ്ങല കെട്ടി തപ്പോട്ട് തൂക്കിയിട്ടേക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ആയാലും ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഇലക്ട്രോണിക് റിപ്പയർ ടെക്നീഷ്യൻസ് യൂസ് എർത്ത് ആൻഡ് ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ടു അവോയ്ഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ശരിയാക്കാൻ നമ്മളൊരു കടയിൽ കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഗ്ലൗസുകൾ അവരിട്ടേക്കുന്നതാണ്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സ്പാർക്കൊന്നും അപ്പം നമ്മുടെ ശരീരത്തോട്ടേക്കത്തില്ല ആ ഗ്ലൗ കൈ കിടക്കുമ്പോൾ കേട്ടോ. മൊബൈൽ ശരിയാക്കുന്ന കടയിലും അതുപോലെ ചെറിയ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ശരിയാക്കുന്ന കടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അടുത്ത എന്താണ് സ്ഥിതവൈദ്യുത പ്രേരണം? അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ അടുത്താണ് കേട്ടോ. നമ്മൾ 3 പ്രേരണത്തെക്കുറിച്ച് പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? അതിൽ സ്ഥിതവൈദ്യുത പ്രേരണം എന്നാൽ എന്താണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഗ്ലാസ് rod, a redistributions of charges occur in the nearby metal sphere. This is called electrostatic induction. കേട്ടോ. ചാർജിങ് ബൈ ഇൻഡക്ഷനും ഉണ്ട്. ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഓഫ് എ ചാർജ് ഒബ്ജക്റ്റ്. അതായത് സ്ഥിതവൈദ്യുത പ്രേരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടോ. സ്ഥിതവൈദ്യുത പ്രേരണത്തിൻ്റെ മലയാളം നാട്ടെ നെഗറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡിൻ്റെ സാന്നിധ്യം മൂലം സമീപത്തെ ലോഹഗോളത്തിൽ ചാർജുകളുടെ പുനഃക്രമീകരണം നടക്കുന്നുണ്ട്. ഇതിനെയാണ് സ്ഥിതവൈദ്യുത പ്രേരണം എന്ന് പറയുന്നത് കേട്ടോ. സ്ഥിതവൈദ്യുത പ്രേരണം.
അതങ്ങ് എഴുതരാം. ഞാൻ ഇതിൻ്റെ ഇപ്പുറത്താണ് എഴുതിപ്പോയത് കേട്ടോ. ഇതിൻ്റെ സ്ഥിത വൈദ്യുത പ്രേരണം എന്നാൽ എന്ത്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ്റെ കൊടുത്തിട്ടുണ്ട്. ചാർജുള്ള ഒരു വസ്തുവിൻ്റെ പ്രേരണയാൽ സമ്പർക്കരഹിതമായ മറ്റൊരു വസ്തുവിനെ ചാർജ് ചെയ്യുന്ന രീതിയാണ് പ്രേരണ മുഖേനയുള്ള ചാർജിങ് ബൈ ഇൻഡക്ഷൻ കേട്ടോ. പ്രേരണം മുഖേനയുള്ള ചാർജിങ് എന്നാൽ എന്താണ്? ചാർജുള്ള ഒരു വസ്തുവിൻ്റെ പ്രേരണയാൽ സമ്പർക്കരഹിതമായി മറ്റൊരു വസ്തുവിനെ ചാർജ് ചെയ്യുന്ന രീതിയാവും നിങ്ങളെ പ്രേരണ മുഖേനയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. ഒരു മൊബൈൽ ടെക്നീഷ്യൻ യൂസ് ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ്. എന്തിനായാൽ ആ ഗ്ലൗസ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. മൊബൈൽ ടെക്നീഷ്യൻ യൂസ് ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ടു പ്രിവെൻറ്റ് ഡാമേജ് ടു ഇലക്ട്രോണിക് കോമ്പോണൻറ്റ്സ് കോസസ് ബൈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്നവർ ആൻറ്റി സ്റ്റാറ്റിക് കയ്യുറ ധരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? സ്റ്റാറ്റിക് വൈദ്യുതി മൂലമുണ്ടാകുന്ന ഇലക്ട്രോണിക് ഘടകങ്ങൾക്ക് കേടുപാടുകളൊന്നും സംഭവിക്കുന്നത് തടയാൻ വേണ്ടിയാവും നിങ്ങളെ മൊബൈൽ ടെക്നീഷ്യന്മാർ ആൻറ്റി സ്റ്റാറ്റിക് കയ്യുറകൾ. മൊബൈൽ ടെക്നീഷ്യന്മാർ എന്ത് കയ്യുറയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താവും? നിങ്ങളെ ആൻറ്റി സ്റ്റാറ്റിക് കയ്യുറകളാണ് കേട്ടോ. അതൊക്കെ ഇടന്ന് പഠിച്ചു വെച്ചെങ്ങനെ. പ്രേരണ മുഖേനയുള്ള ചാർജിങ് ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. ഞാനത് ഒന്നുകൂടി എഴുതിയിട്ടുണ്ട് നിങ്ങളെ. അപ്പം അതങ്ങ് എഴുതിയെടുത്തോണം കേട്ടോ. അടുത്തത് എന്താണ് ഇലക്ട്രോസ്കോപ്പ് കേട്ടോ. അടുത്തത് ഇലക്ട്രോസ്കോപ്പ് എന്നാൽ എന്താണ്? ആൻ ഇലക്ട്രോസ്കോപ്പ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ചാർജ് ഓൺ എ ബോഡി. ഒരു വസ്തുവിൽ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ആൻ ഇലക്ട്രോസ്കോപ്പ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോണിക് ചാർജ് ഓൺ എ ബോഡി. ഒരു വസ്തുവിൽ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നിങ്ങളെ ഇലക്ട്രോസ്കോപ്പ് കേട്ടോ. പാർട്സ് ഓഫ് ഇലക്ട്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മെറ്റൽ സ്ഫിയർ എന്ന് വെച്ചാൽ ലോഹഗോളം. പടമുണ്ട് നമ്മുടെ പുസ്തകത്തിൽ നോക്കണേ. ഗ്ലാസ് ജാറുണ്ട്, മെറ്റാലിക് കണ്ടക്ടർ ഉണ്ട്, ഗോൾഡൻ ലീസ് ഉണ്ട് കേട്ടോ. സ്വർണ്ണദളങ്ങൾ, ലോഹചാലകം, ഗ്ലാസ് ജാറ്, ലോഹഗോളം കേട്ടോ. വൈദ്യുത ചാർജുള്ള ഒരു വസ്തു ഇലക്ട്രോസ്കോപ്പിന്റെ ലോഹഗോളത്തിന് സമീപം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ദളങ്ങൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുന്നു. എന്നാൽ ന്യൂട്രൽ വസ്തുക്കൾ ദളങ്ങളിലേക്ക് യാതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല. അതൊന്ന് പഠിക്കണേ നിങ്ങൾ. എന്താ ഇലക്ട്രോസ്കോപ്പിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ ഈ വൈദ്യുത ചാർജുള്ള ഏതൊരു വസ്തുവും നമ്മുടെ ഇലക്ട്രോസ്കോപ്പിന്റെ ആ ലോഹഗോളത്തിന്റെ സമീപത്തോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ദളങ്ങൾ, അതിനകത്താണ് ആ പടം നിങ്ങൾ നോക്കണം. അതിൻ്റെ അകത്തൊരു ദളങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ദളങ്ങൾ വെച്ചാൽ ഗോൾഡൻ ലീസ് എന്നൊക്കെ അതിനകത്ത് എഴുതിയേക്കണ്ടോ. ആ ദളങ്ങൾ തമ്മിലുള്ള അകലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതായിരുന്നു കേട്ടോ. മനസ്സിലായോ? അതെന്ത് ചെയ്യുന്നു? അത് അകലുന്നുണ്ട്. നിങ്ങൾ ആ പടം നോക്കിയാൽ മനസ്സിലാവും തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുന്നുണ്ട്. എന്നാൽ ന്യൂട്രൽ വസ്തുക്കൾ ദളങ്ങളിൽ യാതൊരു ചലനവും ഉണ്ടാകുന്നില്ല. ചാർജ് ഉള്ള എന്തെങ്കിലുമാണ് അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതവിടെ വേരിയേഷൻ കാണിക്കും കേട്ടോ. ന്യൂട്രൽ ആണെങ്കിൽ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. വെൻ ആൻ ഇലക്ട്രിക്കലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ഈസ് ബ്രോട്ട് നിയർ ദ മെറ്റൽ സ്ഫിയർ ഓഫ് ആൻ ഇലക്ട്രോസ്കോപ്പ് divergence between its leaves charges കേട്ടോ. However, neutral object causes no movement in the leaves. ഓക്കെ ആണോ? ഇനി കപ്പാസിറ്റർ എന്നാൽ എന്താണ്? നമ്മളെല്ലാത്തിനും കപ്പാസിറ്റർ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എ കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജ്. വൈദ്യുത ചാർജ് സംഭരിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. പണ്ട് നമ്മൾ DVD ഒക്കെ ഓൺ ആക്കണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വേണമെങ്കിൽ എന്താ ഈ കപ്പാസിറ്റർ വെക്കുമെന്ന് പറയാം കേട്ടോ. വൈദ്യുത ചാർജ് സംഭരിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഫാനിനകത്തിലൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, കപ്പാസിറ്റൻസ് എന്നാൽ എന്താണ്? ദ എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ചാർജ് ഈസ് കാൾഡ് കപ്പാസിറ്റൻസ്. ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് വെച്ചാൽ ഫാരഡ് ആണ് കുഞ്ഞില്ലേ. അതൊക്കെ നല്ലപോലെ നോക്കണേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു കപ്പാസിറ്ററിൻ്റെ അല്ലേ, നമ്മൾ ഫാനിനൊക്കെ കപ്പാസിറ്റർ പോയെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നു. ഫാരഡ് എന്നാണ് ഇതിൻ്റെ SI യൂണിറ്റ് കേട്ടോ. ഇൻസുലേറ്റർ ഈസ് എ കപ്പാസിറ്റർ ഈസ് ആൾസോ നോൺ ആസ് ഡൈഇലക്ട്രിക്സ്. ഡൈഇലക്ട്രിക് ആ പേരൊക്കെ ഒന്ന് നോക്കണേ. കപ്പാസിറ്ററുകളുടെ ഇൻസുലേറ്ററുകൾക്ക് പറയുന്ന പേര്, കപ്പാസിറ്ററിൻ്റെ ഇൻസുലേറ്ററിന് പറയുന്ന പേര് ഡൈഇലക്ട്രിക് എന്നാണ്. ഹൗ ആർ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ എ മെറ്റൽ സർഫസ്? ഒരു ലോഹ പ്രതലത്തിൽ ചാർജ് എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത്? ഒരു ലോഹ പ്രതലത്തിൽ ചാർജ് എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത്? ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ദ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺലി ഓൺ ദ സർഫസ്. അതായത് വൈദ്യുത ചാലക വസ്തുക്കളിൽ ചാർജ് ഉപരിതലത്തിൽ മാത്രമാണ് വിതരണം ചെയ്യപ്പെടുന്നത്. അത് ഓർത്തുണ്ടെങ്കിലേ, വൈദ്യുത ചാലക വസ്തുക്കളിലെ ചാർജ് അതിൻ്റെ ആ പുറത്ത് ഭാഗത്തേ കാണപ്പെടുന്നുള്ളത്. ദ എമൗണ്ട് ഓഫ് എ ചാർജ് വിൽ ബി വെരി ഹൈ അറ്റ് ദ ഷാർപ്പ് എഡ്ജ്.
കൂർത്ത അഗ്രഹങ്ങളിൽ ചാർജിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. നിങ്ങളുടെ ടെസ്റ്റിൽ അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പാസിറ്ററിൻ്റെ ഒക്കെ നിങ്ങൾ നോക്കണേ, നിങ്ങൾ ഇൻസുലേറ്റർ കേട്ടോ. ലോഹ പ്രതലത്തിൽ ചാർജ് എങ്ങനെയാണെന്നുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ കൂർത്ത ഭാഗത്തായിരിക്കും ചാർജ് കൂടുതലുള്ളത്, മനസ്സിലാക്കണേ കേട്ടോ. വൈദ്യുതചാലകത്തിൻ്റെ വസ്തുക്കളിലെ ചാർജ് അതിൻ്റെ ഉപരിതലത്തിലായിരിക്കും കൂടുതലും, കൂർത്ത ഭാഗം ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ലൈറ്റനിങ് അല്ലെങ്കിൽ മിന്നൽ എന്നാൽ എന്താണ്? ലൈറ്റനിങ് ഈസ് ദ ഇലക്ട്രിക് ചാർജ് ബിറ്റ്വീൻ ചാർജ്ഡ് ക്ലൗഡ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓർ ബിറ്റ്വീൻ ചാർജ്ഡ് ക്ലൗഡ്സ് അറ്റ് ദ എർത്ത്. അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജാണ് മിന്നൽ എന്ന് പറയുന്നത്. മിന്നലേ താഴെ വരും അല്ലേ. അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജാണ് കുഞ്ഞുങ്ങളെ മിന്നൽ അല്ലെങ്കിൽ ലൈറ്റനിങ് എന്നറിയപ്പെടുന്നത്. മേഘങ്ങളിൽ ഏതെല്ലാം ചാർജുകൾ സംഭരിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും മേഘങ്ങളിലുണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പ് ഭാഗത്ത് നെഗറ്റീവായിട്ട്, ഏറ്റവും താഴെ പടത്തിനകത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കണേ. ഭൂമിയിലെ വസ്തുക്കളിൽ വിപരീത ചാർജ് ശേഖരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയിലെ ഓരോ വസ്തുക്കളിലും വ്യത്യസ്ത ചാർജുകളാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലേ? പല ചാർജുകളാണ്. എന്തുകൊണ്ടാണ്? വൈ ആർ ദ ഒബ്ജക്റ്റ് ഓൺ എർത്ത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ്? ഒബ്ജക്റ്റ് ഓൺ എർത്ത് ബിക്കം ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ബൈ ഇൻഡക്ഷൻ ഫ്രം ദ ചാർജ്ഡ് ക്ലൗഡ്സ്. ചാർജ് ചെയ്ത മേഘങ്ങളിൽ നിന്നുള്ള ഇൻഡക്ഷൻ വഴി ഭൂമിയിലെ വസ്തുക്കൾ വിപരീത ചാർജ് നേടുന്നു. മലയാളം വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? അത് ഞാൻ എഴുതിയില്ലായിരുന്നു, പിന്നെ ഞാൻ അഡീഷണൽ എഴുതി വെച്ചതാണ് കേട്ടോ. അടുത്ത, ഹൗ ഡസ് ദ ക്ലൗഡ് ഗെറ്റ് ചാർജ്ഡ്? ക്ലൗഡ്സ് ഗെറ്റ് ചാർജ്ഡ് ബൈ. ഹൗ ഡസ് ദ ക്ലൗഡ് ഗെറ്റ് ചാർജ്ഡ്? എങ്ങനെയാ മേഘങ്ങൾ ചാർജുകൾ സംഭരിക്കപ്പെടുന്നത്? എങ്ങനെയാണ്? മേഘങ്ങളുടെ കാറ്റിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഈ ചാർജുകൾ വരുന്നത്? ഇല്ലയോ? എന്തോത്തിനകത്തിലൊക്കെ ഇത് എന്തൊക്കെ പഠിച്ചാൽ പറ്റി? കൊച്ചി കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നില്ലയോ? എങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ഹൗ ഡസ് ദ ക്ലൗഡ് ഗെറ്റ് ചാർജ്ഡ്? മേഘങ്ങളിൽ ചാർജുകൾ സംഭരിക്കപ്പെടുന്നത് എങ്ങനെയാ? ജലകണികകളും ഐസ് കണികകളും തമ്മിലുള്ള ഘർഷണം മൂലമാണ് മേഘങ്ങളിൽ ചാർജ് ചെയ്യപ്പെടുന്നത് കേട്ടോ. മേഘങ്ങൾ ചാർജ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാ? ജലകണികകളും കേട്ടോ അതുപോലെ തന്നെ ഐസ് കണികകളും തമ്മിലുള്ള ഘർഷണം മൂലമാണ് മേഘങ്ങളിൽ ചാർജ് ചെയ്യപ്പെടുന്നത്. ഓക്കെ ആണോ? തീരാറായി കേട്ടോ, ഫുള്ളായതുകൊണ്ടാണ്. എന്തുവാണ് ഈ മിന്നൽ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മിന്നൽ അതായത് അന്തരീക്ഷത്തിലെ പലതരം വായു പ്രവാഹങ്ങൾ കാരണമാണ് മേഘങ്ങളിൽ പോസിറ്റീവോ നെഗറ്റീവോ ചാർജുകൾ ശേഖരിക്കപ്പെടുന്നത്. മുമ്പ് നമ്മൾ കുറേ ചോദ്യം നമ്മുടെ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആൻസറുകളാണ് ഈ പറയുന്നത് കേട്ടോ. വൺ വേർഡിൻ്റെ കുറേ ചോദ്യങ്ങൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ പലതരം വായു പ്രവാഹങ്ങൾ കാരണമാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ മേഘങ്ങളിൽ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ചാർജുകൾ ഉണ്ടാകുന്നത്. ഈ സ്ഥിതവൈദ്യുത പ്രേരണം ഭൂമിയിലെ വസ്തുക്കളിൽ വിപരീത ചാർജുകൾ അന്നേരം പ്രേരിതമാക്കുന്നു. ഇങ്ങനെ സംഭരിക്കപ്പെടുന്ന വൈദ്യുത ചാർജ് വായുവിനെ വൈദ്യുത ചാലകമാക്കാൻ പര്യാപ്തമാണ്. ഇതിനാൽ വൈദ്യുതി ഞൊടിയിടയിൽ വായുവിലൂടെ പ്രവഹിക്കുകയും പ്രകാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് മിന്നൽ. അങ്ങനെയുണ്ട്. ഇത് വല്ലോ നമ്മൾ അറിയുന്നുണ്ടോ? ഇടിയും മഴയും പെയ്യുമ്പോൾ മിന്നലാകി ചാടി പെരയെ കയറി ഇരിക്കുന്നു എന്നല്ലാതെ നമ്മളിത് വല്ലോ അറിയുന്നുണ്ടോ? ഇത് എങ്ങനെ ഉണ്ടാകുന്നതോ വല്ലോ ഇല്ലയോ? വേരിയസ് എയർ കറന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ കോസസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ടു അക്യൂമുലേറ്റ് ഇൻ ക്ലൗഡ്സ്. Electrostatic induction causes opposite charge to appear on object on earth. The electric charge thus stored insufficient to make the air an electrical conductor. This causes electricity to flow through the air in flashes and produce light. This is lightning. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതണേ. ലൈറ്റനിങ് എന്താണ്? മിന്നൽ കേട്ടോ. എന്താണ്? വാട്ട് ഓൾ ക്യാൻ വി ഡു പ്രൊട്ടക്ട് അവർ സെൽസ് ഫ്രം ലൈറ്റനിങ്? മിന്നലിൽ നിന്ന് രക്ഷ നേടുന്നതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. മിന്നലടിക്കുമ്പോഴേ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ടെസ്റ്റിൽ തന്നെ പറയുന്നുണ്ടോ നിങ്ങളെ? ഡു നോട്ട് സീക്ക് ഷെൽട്ടർ അണ്ടർ ടാൾ ഓർ ഐസൊലേറ്റഡ് ട്രീസുകൾ. ഉയരമുള്ളതോ ഒറ്റപ്പെട്ടതോ ആയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ പോയി അഭയം തേടിയിരിക്കരുത് അല്ലേ. നല്ല ഇടിയും കൊല്ലിയാനും മിന്നുമ്പോൾ ഒറ്റയ്ക്ക് പോയി ഏതെങ്കിലും മരത്തിൻ്റെ മൂട്ടിലോ അല്ലേ അവിടെ പോയി നിന്ന് ഇരിക്കരുത് കേട്ടോ. ഉയരമുള്ളതോ ഒറ്റപ്പെട്ടതോ ആയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അഭയം തേടരുത്. ഡു നോട്ട് അറ്റംപ്റ്റ് ടു ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസ്. വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക കേട്ടോ.
വൈദ്യുത ഉപകരണങ്ങളൊക്കെ അന്നേരം ഓഫാക്കിയിടുക. നമ്മുടെ ഫ്രിഡ്ജ്, TV, അന്നേരം മോട്ടർ ഇടരുത് അല്ലേ, മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള ഒരു ഉപകരണങ്ങളും അന്നേരം ഓൺ ആക്കരുത്. ഡു നോട്ട് സ്റ്റാൻഡ് ഹോൾഡിങ് വിൻഡോ ബാർ, വിൻഡോയുടെ കമ്പി ഉണ്ടല്ലോ, ജനൽ കമ്പികൾ, അതേ പോയി അള്ളിപ്പിടിച്ചിരിക്കരുത് കേട്ടോ. ഈ മഴ കാണാനാ എന്നും പറഞ്ഞ് ചിലത് അള്ളിപ്പിടിച്ച് ജനലേ ചെന്നിരിക്കും കേട്ടോ, അതെല്ലാം ഒട്ടിയങ്ങിയിരിക്കും, അതേ പോയി പിടിച്ചിരിക്കരുതെന്ന്. ലൈറ്റനിങ് കണ്ടക്ടർ, എന്താണ് ഈ മിന്നൽ രക്ഷാചാലകം എന്നാൽ? ലൈറ്റനിങ് കണ്ടക്ടർ എന്ന് വെച്ചാൽ ലൈറ്റനിങ് കണ്ടക്ടർ പ്രൊവൈഡ് എ സേഫ് പാത്ത് ഫോർ ദ ഇലക്ട്രിക് ചാർജ് ഡ്യൂറിങ് എ ലൈറ്റനിങ് സ്ട്രൈക്ക് ടു ഫ്ലോ ഇൻ ടു ദ എർത്ത്. മിന്നലുണ്ടാകുമ്പോഴുള്ള വൈദ്യുത ചാർജിനെ സുരക്ഷിതമായിട്ട് ഭൂമിയിലേക്ക് ഒഴുകുന്നതിനുള്ള പാതയൊരുക്കിയാണ് ഈ മിന്നൽ രക്ഷാചാലകം ചെയ്യുന്നത്. വലിയ വലിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ മണ്ടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ കമ്പി മേപ്പോട്ടെടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി ആയാലും ഒന്ന് നോക്കണം കേട്ടോ. മിന്നലുണ്ടാകുമ്പോഴുള്ള വൈദ്യുത ചാർജിനെ സുരക്ഷിതമായ ഭൂമിയിലേക്ക് ഒഴുകുന്നതിനുള്ള പാതയൊരുക്കുകയാണ് മിന്നൽ രക്ഷാചാലകം ചെയ്യുന്നത്. ഇംഗ്ലീഷും മലയാളം ഉണ്ട്. മേഘങ്ങളിൽ പോസിറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിലോ, ഇനി മേഘങ്ങളിൽ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ചാർജ്, അതിൻ്റെ മുകൾ വശം നെഗറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലേ. ബട്ട് ഇഫ് ദ ക്ലൗഡ്സ് ഹാവ് എ പോസിറ്റീവ് ചാർജ്, ഇഫ് ദ ക്ലൗഡ്സ് ഹാവ് എ പോസിറ്റീവ് ചാർജ് ദെൻ ദ നെഗറ്റീവ് ചാർജ് ഈസ് ഇൻഡ്യൂസ്ഡ് അറ്റ് ദ ഷാർപ്പ് പോയിന്റ് ഓഫ് ദ ലൈറ്റനിങ് കണ്ടക്ടർ ബിക്കോസ് ഓപ്പോസിറ്റ് ചാർജ് അട്രാക്റ്റ്. മേഘങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ മിന്നൽ ചാലകത്തിൻ്റെ ആ കൂർത്ത അഗ്രങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾ, അതിൻ്റെ മിന്നൽ ചാലകം വെക്കത്തില്ലേ, അതിൻ്റെ ആ കൂർത്ത അഗ്രങ്ങളിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും പ്രേരണം ചെയ്യപ്പെടുന്നത് കേട്ടോ. കാരണം വിപരീത ചാർജുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? ആകർഷിക്കപ്പെടുന്നു. നമ്മൾ ഇത് തന്നെ തുടക്കം മുതലേ പഠിക്കുന്നത് അല്ലേ. വിപരീത ചാർജുകൾ എപ്പോഴും എന്താവും? നിങ്ങളെ ആകർഷിക്കപ്പെടുന്നു. ലൈറ്റനിങ് അറസ്റ്റർ, അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പഠിച്ചേ പറ്റത്തുള്ളൂ. അറസ്റ്റർ, ലൈറ്റനിങ് അറസ്റ്റർ എന്താ? വൈൽ എ ലൈറ്റനിങ് കണ്ടക്ടർ പ്രൊട്ടക്ട് ദ എൻറ്റയർ ബിൽഡിംഗ് ഫ്രം ലൈറ്റനിങ്, എ ലൈറ്റനിങ് അറസ്റ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഫ്രം ലൈറ്റനിങ്. മിന്നൽ രക്ഷാചാലകം കെട്ടിടത്തെ മുഴുവൻ മിന്നലിൽ നിന്നും സംരക്ഷിക്കുമ്പോൾ വൈദ്യുത സംവിധാനങ്ങളെ മിന്നലിൽ നിന്നും സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കുഞ്ഞുങ്ങളെ ലൈറ്റനിങ് അറസ്റ്റർ എന്ന് പറയുന്നത്. ലൈറ്റനിങ് അറസ്റ്റർ, ആ പേരൊക്കെ ആദ്യമായിട്ട് കേൾക്കുമല്ലയോ സത്യത്തിൽ. ഓക്കെ, ദ ഡേഞ്ചർ ഓഫ് ലൈറ്റനിങ് സ്ട്രൈക്സ് ആർ വെരി സീരിയസ് അല്ലേ. വാട്ട് ഫസ്റ്റ് എയ്ഡ് ഷുഡ് വി പ്രൊവൈഡ് ഇഫ് എ പേഴ്സൺ ഈസ് സ്ട്രക്ക് ബൈ ലൈറ്റനിങ്? മിന്നലേൽക്കുന്ന മിന്നലേറ്റുള്ള അപകടങ്ങൾ വളരെ ഗുരുതരമാണ് അല്ലേ. ഒരു വ്യക്തിക്ക് മിന്നലേറ്റാൽ നാം എന്തെല്ലാം പ്രാഥമിക ശുശ്രൂഷയാണ് നൽകേണ്ടത്? ഇടി മിന്നലും ഒക്കെ ഏറ്റാൽ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത് കേട്ടോ. എന്തോ ചെയ്യണം? മിന്നലേറ്റയാളെ വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് നിവർത്തി കിടത്തണം കേട്ടോ. മിന്നലേറ്റയാളെ നല്ല ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നേരെ നിവർത്തി അങ്ങോട്ട് കിടത്തണം. ശരീരം മുഴുവൻ അങ്ങോട്ട് തിരുമി അദ്ദേഹത്തെ ചൂടാക്കണം. കൃത്രിമ ശ്വാസോച്ഛ്വാസം ഒക്കുവാണെങ്കിൽ കൊടുക്കുക. ഇടവിട്ട് നെഞ്ചിൽ ശക്തമായിട്ട് അമർത്തണം. ഹാർട്ട് ബീറ്റ്സിൻ്റെ കേട്ടോ, നല്ല പോലെ എന്ത് ചെയ്യുക? ശക്തമായിട്ട് നെഞ്ചിൽ അമർത്തിയ ഹൃദയമിടിപ്പിനെ നേരെയാക്കി കൊണ്ടുവരിക. കൃത്രിമ ശ്വാസം നൽകുക. ശരീരം മുഴുവൻ തിരുമി നല്ലപോലെ ചൂടാക്കുക. മിന്നലേറ്റയാലെ നല്ല ഓപ്പൺ ആയിട്ടുള്ള വായു സഞ്ചാരമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് നിവർത്തി. ഇത് നമ്മുടെ ടെസ്റ്റിലുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് എഴുതിയില്ലോ നിങ്ങളുടെ എല്ലാം ടെസ്റ്റിൽ കിടപ്പുണ്ട്. എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്റർ അവസാനിച്ചു കുഞ്ഞുങ്ങളെ കേട്ടോ. ഈ ചാപ്റ്ററിനകത്തിൽ ഒരുവിധമുള്ള എല്ലാം എക്സ്പെരിമെൻ്റ് എല്ലാം ടെസ്റ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുത്തതിന് ശേഷം എന്നോട് പറയണം. നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ കേട്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ ചെയ്യണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നമുക്ക് നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുടെ എല്ലാം പുതിയ ടെസ്റ്റിൻ്റെ ഓരോ ചാപ്റ്റർ വീതം എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം എഴുതിയെടുക്കണം കേട്ടോ. റേഷ്യോ ഒക്കെ പഠിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? റേഷ്യോയുടെ കുറച്ച് നോട്ടേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഞാൻ കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ കമൻറ്റ്? എനിക്ക് ഇതിൻ്റെ നോട്ടിൻ്റെ പുറകെ പോയിട്ട് റേഷ്യോ കുറച്ച് ഇടാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക്